നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം മുണ്ടക്കയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിനിടയാക്കിയത് കനത്ത മഴയെന്ന് റിപ്പോർട്ട്. പ്രാദേശിക ഘടകങ്ങൾ ദുരന്തത്തിന്റെ ആഘാതം കൂട്ടി. സ്ഥലത്തിന്റെ ചരിവും മണ്ണിന്റെ ഘടനയും ആഘാതം ഇരട്ടിയാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 29, 30 തീയതികളിലായി പെയ്ത കനത്ത മഴയ്ക്ക് പിന്നാലെയാണ് ഉരുൾപൊട്ടലുണ്ടായത്. അപകട മേഖലയിൽ 2018 മുതൽ ചെറുതും വലുതുമായി ഉരുൾപൊട്ടലുണ്ടായി. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ 7 കിലോമീറ്റർ ദൂരത്തോളം അവശിഷ്ടങ്ങൾ ഒഴുകി. കൂറ്റൻ പാറക്കഷ്ണങ്ങളും മണ്ണും ചെളിയും വേഗത്തിൽ ഒഴുകിയെത്തി. അപകട മേഖലയുടെ മലയോര മേഖലകൾ അതീവ ഉരുൾപൊട്ടൽ സാധ്യതാ പട്ടികയിലാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. വയനാട് മുണ്ടക്കയിലെ ശക്തമായ ഉരുൾപൊട്ടലിന് കാരണം കനത്ത മഴയെന്നുള്ള ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ഒരു സ്വകാര്യ ചാനലാണ് പുറത്തുവിട്ടത്. ഉരുൾപൊട്ടലിലെ ട്രിഗറിംഗ് ഫാക്ടർ കനത്ത മഴ തന്നെയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടിലെ പരാമർശം. പ്രാദേശിക ഘടകങ്ങൾ ദുരന്തത്തിന്റെ ആഘാതം കൂട്ടി. സ്ഥലത്തിന്റെ ചരിവും മണ്ണിന്റെ ഘടനയും ആഘാതം ഇരട്ടിയാക്കി. പ്രദേശത്ത് നിരവധി ഉരുൾപൊട്ടലുകൾ ഉണ്ടായതായും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വിലയിരുത്തി. വയനാട്ടിലെ അപകട മേഖലയിൽ 2018 മുതൽ ഉരുൾപൊട്ടൽ ഉണ്ടായതായി റിപ്പോർട്ടിൽ പറയുന്നു. പ്രദേശത്ത് നടത്തിയ പ്രാഥമിക പഠനത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. അപകടമുണ്ടായ പ്രദേശത്ത് 2018 മുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. 2019 പുത്തുമലയിലും വെള്ളരിമലയിലും ചൂരൽമലയിലും ഒക്കെയായി ചെറുതും വലുതുമായി നിരവധി ഉരുൾപൊട്ടലുകളാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ മാസം അവസാനം മുതൽ ഈ മേഖലയിൽ തുടർച്ചയായി മഴ പെയ്തിട്ടുണ്ട്. ദുരന്തമുണ്ടാകുന്നതിന് മുമ്പുള്ള 24 മണിക്കൂറിൽ പുത്തുമലയിൽ 372.6 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. തെറ്റമലയിൽ 409 മില്ലിമീറ്റർ മഴയും. ഇതിനൊപ്പം കാറ്റ് സമീപ പ്രദേശങ്ങളിലും കനത്ത മഴയും പെയ്തു. മഴ പെയ്ത് മണ്ണ് നനഞ്ഞു കുതിർന്ന പ്രദേശത്ത് വീണ്ടും കനത്ത മഴ പെയ്തപ്പോൾ മർദ്ദം താങ്ങാനായില്ല എന്നും അതാണ് ഉരുൾപൊട്ടലിന് ഇടയാക്കിയതെന്നുമാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ. ഉരുൾപൊട്ടലിനെ തുടർന്ന് പാറക്കല്ലുകളും മണ്ണും ചെളിയും വെള്ളവും 7 കിലോമീറ്ററോളം അതിവേഗത്തിൽ ഒഴുകി. ഈ കുത്തൊഴുക്കിൽ പുന്നപ്പുഴയുടെ ഗതി മാറി. അതാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും വൻ ദുരന്തത്തിന് ഇടയാക്കിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പ്രദേശത്തിന്റെ ചരിവും ഉരുൾപൊട്ടലിലെ ആഘാതവും കൂട്ടി. 2015-16 കാലഘട്ടത്തിൽ ഈ മേഖലയിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പഠനം നടത്തിയിട്ടുണ്ട്. അന്ന് ചൂരൽമല, മുണ്ടക്കൈ, വെള്ളരിമല, അട്ടമല ഭാഗങ്ങൾ ഉരുൾപൊട്ടലിന്റെ മിതമായ സാധ്യതയുള്ള പ്രദേശങ്ങളായാണ് കണ്ടെത്തിയത്. ഈ മേഖലയിൽ വിശദമായ പഠനം നടത്തും. ഇതിനുശേഷമായിരിക്കും മുണ്ടക്കയിലെയും ചൂരൽമലയും ദുരന്തത്തിന്റെ കാരണങ്ങളിൽ കൂടുതൽ വ്യക്തത വരും. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ 400-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ പ്രദേശങ്ങൾക്ക് ചുറ്റുമുള്ള ഉയർന്ന പ്രദേശങ്ങളും മലയോര പ്രദേശങ്ങളും ഉരുൾപൊട്ടലിന്റെ വളരെ സാധ്യതയുള്ളതായി തുടരുന്നുവെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 2015-2016 കാലയളവിൽ നടത്തിയ നാഷണൽ ലാൻഡ് സ്ലൈഡ് സസ്പെൻഷബിലിറ്റി മാപ്പിംഗിൽ മണ്ണിടിച്ചിൽ ഉണ്ടായ പ്രദേശങ്ങൾ ദുർബല പ്രദേശങ്ങളായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ചൂരൽമല, മുണ്ടക്കൈ, വെള്ളറമല, അട്ടമല എന്നീ 4 ബാധിത പ്രദേശങ്ങളും മോഡറേറ്റ് സസ്പെൻഡബിലിറ്റി സോണിന്റെ പരിധിയിൽ വരുന്നതായി NLSMന്റെ സസ്പെൻഡബിലിറ്റി മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്ന് GSI കേരള യൂണിറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ V. അമ്പിളി പ്രതികരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.